ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നേട്ടങ്ങളാണ് ആരോഗ്യമേഖലയിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി കേരളം സ്വന്തമാക്കിയിരിക്കുന്നത്. മഹാമാരിക്കൊപ്പമുള്ള പോരാട്ടത്തിനൊപ്പം ആരോഗ്യരംഗത്തെ മുഴുവൻ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ അത് പ്രകടമാണ്. ആരോഗ്യമുള്ള ഒരു ജനത ഏതൊരു നാടിന്റെയും സാമൂഹ്യ പുരോഗതിക്കുള്ള അടിത്തറയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം ആർജിച്ചത് സ്വപ്നതുല്യമായ നേട്ടം. ലോകശ്രദ്ധ നേടിയ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറും ഒപ്പം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികവും. ആർദ്രം മിഷൻ എന്ന പദ്ധതിയിലൂടെ ആധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര ആരോഗ്യനയം നടപ്പിലാക്കുകയായിരുന്നു ഈ സർക്കാർ. സാധാരണക്കാർക്കുൾപ്പെടെ മികച്ച സൗകര്യങ്ങളോടുകൂടിയ ചികിത്സ ലഭ്യമാകുന്ന ഇടമായി മാറി നമ്മുടെ സർക്കാർ ആശുപത്രികൾ. സ്വകാര്യ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകൾ താങ്ങാൻ പറ്റാത്തവർക്ക് ആശ്രയമായി അവ മാറി. ആരോഗ്യമേഖല ഇതുവരെ കാണാത്ത ചുവടുവെപ്പ് ഈ സർക്കാരിന്റെ കാലത്താണ് കേരളം കണ്ടത്. നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ആശുപത്രികളുടെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവിടെ സംവിധാനങ്ങൾ വന്നു. മെച്ചപ്പെട്ട ഡോക്ടർമാർക്ക്, കഴിവുള്ള ഡോക്ടർമാരുടെ സേവനമൊക്കെ കൂടിയായാലും വലിയ സഹായകമായ ഇതാണ് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഇതിലുണ്ടായിട്ടുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയതോടെ നാടിന്റെ ഏതു കോണിലും ചികിത്സ ലഭ്യമാകുന്ന ഇടം എന്നത് സ്വപ്നം പോലെ യാഥാർത്ഥ്യമായി. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം ഉൾപ്പെടെ നിലവിൽ വന്നതോടെ കേരളത്തിന്റെ പഴയ സർക്കാർ ആശുപത്രികളുടെ മുഖച്ഛായ തന്നെ അത് മാറ്റി. ഒന്നാം ഘട്ടത്തിൽ 170 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും രണ്ടാം ഘട്ടത്തിൽ 504 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത്. പുതിയ 3159 തസ്തികകൾ സൃഷ്ടിച്ച് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തിയതു മുതൽ നിരവധി. രോഗി സൗഹൃദമാക്കി മാറ്റിയ മെഡിക്കൽ കോളേജുകൾ ചിന്തകൾക്കപ്പുറത്ത് യാഥാർത്ഥ്യമായി വന്നു. ഏതു വിളിപ്പുറത്തുമെത്തുന്ന 108 ആംബുലൻസുകൾ സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിച്ചതും ഈ സർക്കാരിന്റെ നേട്ടം. മെഡിക്കൽ സീറ്റിലെ എണ്ണത്തിലെ വർധനവ് ചൂണ്ടിക്കാട്ടുന്നതും ആരോഗ്യരംഗത്തെ നേട്ടം തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 250 MBBS സീറ്റുകൾക്ക് തുടർച്ചാനുമതി ലഭിക്കുകയാണ്. അത് ഭൗതിക സാഹചര്യത്തിൽ വന്ന് മാറ്റം കണ്ടാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ടാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഈ കോഴ്സുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി കഴിയും. നിപ എന്ന മഹാമാരിയെ കേരളം നേരിട്ടതും കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകശ്രദ്ധ നേടിയതും കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറി. കടലാസിൽ ഒതുങ്ങാത്ത വികസനം ജനങ്ങൾ തൊട്ടറിയുമ്പോൾ അത് ആരോഗ്യരംഗത്തെ വിപ്ലവമായി മാറുന്നു. നവകേരളത്തിന്റെ നിർമ്മിതിയിൽ ആരോഗ്യരംഗം അതിൻ്റെതായ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. സമസ്ത മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള വികസനമാണ് ഈ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.